الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم بالعالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. ألم يكن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العلي العظيم. ബഹുമാന്യരായ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എന്റെ സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. സൂറ അൽ ഹദീദിലെ 16-ാമത്തെ സൂക്തമാണ് മുഖദ്ദിമയിൽ ഊന്നി വെച്ചത്. യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ നിലപാട് എന്ന് പഠിപ്പിച്ച ശേഷം വിശ്വാസികളായിരിക്കെ തന്നെ വിശ്വാസത്തിന്റെ താല്പര്യം പരിഗണിക്കാതെ ജീവിക്കുന്ന മുനാഫിക്കുകളെ ശക്തമായി വിശകലനം ചെയ്തതിന് ഒടുവിലാണ് ഈ ആയത്ത് വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം സ്വീകരിച്ച യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. അവരുടെ സ്വഭാവ ഗുണവിശേഷങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ പ്രതിപാദനങ്ങളും അവരിൽ വളർന്നു വരേണ്ടുന്ന ഉദ്ദിഷ്ട മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള ശക്തമായ ഊന്നലുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവിധമുള്ള ഒരു വിലയിരുത്തൽ നടത്തിയ ശേഷം ആ ഒരു ദറജയിലേക്ക്, പദവിയിലേക്ക് ഉയരാത്ത പേര് മുസ്ലിമീങ്ങളായിരിക്കുകയും എന്നാൽ വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്ന കപടവിശ്വാസികൾ അത് ഈ സമുദായത്തിനകത്തുള്ളതാണ്, പുറത്തല്ല. അത്തരം അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് സൂറ ഹദീദിലെ പ്രയോഗമാണ്. അത്തരത്തിലുള്ള കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ദൗർബല്യങ്ങളെ കൂടി എടുത്തു ഓതിയ ശേഷമാണ് ആ രണ്ട് താരതമ്യവും പറഞ്ഞിട്ട് ഈ ആയത്ത് അല്ലാഹു ഉദ്ധരിക്കുന്നത്. അലം യഖീന ലില്ലദീന ആമനു. ഇത്രയൊക്കെ കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടും ഇനിയും
വിശ്വാസികൾക്ക് സമയമായില്ലേ? അലം യഖിൻ ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ, ഓർമ്മയാൽ അവരുടെ ഹൃദയങ്ങൾ ഭക്തിയാൽ, ഖുശൂഇനാൽ, ഭയഭക്തിയാൽ വല്ലാത്ത അളവിൽ സ്വാധീനിക്കപ്പെടാൻ ഇനിയും അവർക്ക് സമയമായില്ലേ? സത്യവേദം അവതരിച്ചിരിക്കെ, യാഥാർത്ഥ്യവുമായി അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം അവതരിച്ചിരിക്കെ, ഈ വർത്തമാനങ്ങളെല്ലാം വളരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ആയാത്തുകളായി, വഹീകളായി വന്നിട്ടും നിങ്ങൾക്ക് ഇനിയും പടച്ചതമ്പുരാനെ ഭയപ്പെടാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആവാതിരിക്കാൻ സമയമായില്ലേ? നിങ്ങൾക്ക് മുമ്പ് കിതാബ് ലഭ്യമായ, വേദങ്ങൾ ലഭ്യമായ, പ്രവാചകന്മാർ കടന്നു വന്ന ആ ജനപദങ്ങളെ പോലെ നിങ്ങൾ ആകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഫതാല അലൈഹിമുൽ അമദ്. ആ ജനതകൾക്ക് അവരിൽ പ്രവാചകന്മാർ കടന്നു വന്ന് അവർക്ക് വേദഗ്രന്ഥം ലഭ്യമായി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഫതാല അലൈഹിമുൽ അമദ്, അവരുടെ ഇടയിൽ നൂറ്റാണ്ടുകൾ കടന്നു കഴിഞ്ഞു പോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, പടച്ചതമ്പുരാനെ ഭയമില്ലാതായി പോയി. അവർ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെയായി, പ്രവാചക വചനങ്ങളുടെ ഹൃദയത്തെ ഇറക്കി മറിക്കാതെയായി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മതകീയമായ, മതപരമായ ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ അവരുടെ മനസ്സിനെ ഒട്ടും സ്വാധീനിക്കാതായി. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെയുള്ള ആ മുൻഗാമികളെ പോലെ ആവാതിരിക്കാനും വിശ്വാസികൾക്ക് സമയമായില്ലേ? അവരിൽ അധിക ആളുകളും ദുർമാർഗികളും ദുർവൃത്തരുമാണ്. ഇതാണ് സൂത്രത്തിന്റെ നിലയുള്ള അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ തരികയാണ് ചെയ്യുക. അവൻ നമുക്ക് സന്ദർഭങ്ങൾ ഒരുക്കി തരും. അവന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും അധ്യായങ്ങളും പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാവും. ഈ അധ്യായം അതിന് നല്ലൊരു മാതൃകയാണ്. കാര്യങ്ങളെ പറഞ്ഞു തരും. എത്തേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച് പറയും. വളരേണ്ട ആ പ്രതലത്തിനെ കുറിച്ച്, പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയും. നിങ്ങൾ നേടേണ്ട ദറജാറ്റിനെ നാം വിശദീകരിച്ചത്. കാരണം നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ്, നിങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ അധികാരാണ്, നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നിങ്ങൾ ഈ മണ്ണിന്റെ ഉപ്പാണ്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ, ലോകത്തിന്റെ ദിശ നിർണ്ണയിക്കേണ്ട ആളുകളാണ്, നിങ്ങൾ വിശുദ്ധിയുടെ ആത്മങ്ങളായിട്ട് മാറേണ്ടവരാണ്, നിങ്ങൾ ഒരു ഖൗമ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ലക്ഷണമൊത്ത ഉമ്മത്തായി നിലകൊള്ളേണ്ടവരാണ്, നിങ്ങൾ പ്രവാചകന്മാരാണ്, വകയില്ലാത്ത പ്രവാചകന്മാർ. കാലഘട്ടത്തിലെ മനുഷ്യർക്ക് വെള്ളി വെളിച്ചം എത്തിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ എന്നിങ്ങനെ നാം എത്തേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ചും വിവിധ ശൈലിയിലും രൂപത്തിലും അല്ലാഹു നമ്മെ ബോധിപ്പിക്കും. ആ ഒരവസ്ഥയിലേക്ക് വളരാൻ കഴിയുമ്പോൾ അല്ലാഹു സന്തോഷിക്കും. ഈ ഉമ്മത്ത് ഇസ്സത്ത് പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ വ്യക്തികൾ ഉയരും, ആത്മാഭിമാന ബോധത്തോടെ നിൽക്കാൻ അവർക്ക് പറ്റും. നമ്മുടെ സമുദായം ശ്രദ്ധേയമാവും. അവരെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടർക്കും കഴിയില്ല. അവരെ റാഞ്ചിക്കളയും എന്ന് ശത്രുക്കളെ റാഞ്ചിക്കളയും തോന്നുമ്പോഴൊക്കെ അബ്ദാമവും അല്ലാഹ് അവിടെ കാലടിപ്പാടുകളെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തും. എല്ലാവരും കൂടി അവരെ തീർത്ത് കളയാമെന്ന് വെക്കുമ്പോൾ തീർത്ത് കളയാൻ ഒരു കൂടി വന്നവർ അമ്പെ പരാജയപ്പെട്ടു പോവുകയും ഇവർ ഉയർന്നു നോക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ നല്ല ഉദാഹരണമാണ് ബദർ. നമുക്കറിയാം, ഈ ബദറിന്റെ ഉൾപ്പെടെയുള്ള പാഠങ്ങൾ അനുസ്മരിച്ച ശേഷമുള്ള ഒരു മാസക്കാലം കഴിഞ്ഞാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. അവസരങ്ങൾ തരികയാണ് നാം ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിക്കും പഠിപ്പിച്ചു തരും. നിങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ വെളിപ്പെട്ട് കിട്ടിയിട്ടും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും, തിരിഞ്ഞു കളഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ മുന്നോട്ട് സാധിക്കൂ, നിങ്ങൾ മുന്നേറി വരികയാണെങ്കിൽ ഈ ദർജയിലേക്ക് എത്താം എന്നിങ്ങനെ വസ്തുതകൾ വെളിപ്പെടുത്തി അവസരങ്ങൾ നൽകി നമ്മെ ബോധവൽക്കരിക്കുകയാണ് ഇസ്ലാം ചെയ്യുക. ആ
ബോധവൽക്കരണത്തിന്റെ ഒരു രീതിയാണ് സൂറ അൽ ഹദീദ്. ആ അവസ്ഥയിലേക്ക് വളരാത്തവർ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. കപടവിശ്വാസികളും കാഫിരീങ്ങളും തമ്മിൽ അന്തരമില്ല. അന്തരം ഒരു കാര്യത്തിൽ മാത്രമാണ്. കപടവിശ്വാസികൾക്ക് അവർ നരകത്തിന്റെ അടിയിലെത്തട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. കാഫിറുകളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്രയും രോഷം, ഈർഷ്യ, ദേഷ്യം അല്ലാഹുവിനുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകൾക്ക് നരകത്തിന്റെ അടിയിലെത്തട്ടാണ്. ഇസ്ലാമിന്റെ ആളുകളായിരിക്കെ, മുസ്ലിം നാമധാരികളായിരിക്കെ, ഈ കാനേശുമാരി ഗണത്തിൽപ്പെട്ടിരിക്കെ, അങ്ങനെ പള്ളിയും കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കെ, ഇത്രയൊക്കെ അവസരം കിട്ടിയിട്ടും അള്ളാഹുവിനെ കുറിച്ച ഭയം, പരലോക വിശ്വാസം, വിചാരണയെ കുറിച്ചുള്ള വെപ്രാളം, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റം ഒരു വിശ്വാസി ഉണ്ടാകുന്നില്ല എങ്കിൽ അവൻ വിശ്വാസത്തിന്റെ താല്പര്യത്തിലേക്ക് വളരാത്തവനാണ്. അവൻ ശുദ്ധ മുനാഫിക്കാണ്. ആ മുനാഫിക്കിനോട് നാവിന് തീരാത്ത പകയാണ്. അതുകൊണ്ട് അവനെ നരകത്തിന്റെ അടിയിലെത്തട്ട് നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കാഫിറിനെ കുറിച്ച് അങ്ങനെ ഒരു വാചകം കാണുകയില്ല. അവൻ നല്ലവനായതുകൊണ്ടല്ല, അവനേക്കാൾ പ്രശ്നക്കാരൻ ഇതിനകത്തിൽ നിന്ന് തുറന്നു കൊടുക്കുന്നവൻ, ഇതിനകത്ത് കയറി നിന്ന് ഈ ദീനിന്റെ മുഖത്ത് ചെളിമാരി എറിയുന്നവൻ അതിനേക്കാൾ പ്രശ്നക്കാരനാണ്. മറ്റൊരു ശത്രുവാണ്, ശത്രുവിനെ തിരിച്ചറിയാം. ഇത് ശത്രുവാണ്, പക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ ദീനിനെ വളർത്തുകയില്ല, തകർക്കുകയാണ്. അവൻ നന്നാവുകയില്ല, മറ്റവർ നന്നാകാൻ സമ്മതിക്കുകയില്ല. മറ്റവൻ കാര്യങ്ങൾ മനസ്സിലായാൽ നന്നായി. കൊടിയ കാഫിറിനും പ്രതീക്ഷ വെക്കാനായി ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ഫറോവയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോ നിങ്ങൾ അവരോട് നല്ല വർത്തമാനം പറഞ്ഞു നോക്കൂ, അവൻ ഉത്ബുദ്ധനാകും, പടച്ചവനെ ഭയപ്പെടും, ഈ മാർഗം സ്വീകരിച്ചിരിക്കും എന്നിങ്ങനെ പ്രതീക്ഷ വെച്ചു. കൊടിയ ശത്രുവിൽ ഇസ്ലാം പ്രതീക്ഷ വെക്കും. പക്ഷെ ഇതിനകത്തുള്ള ഉള്ളു തുരക്കുന്നവരിൽ ഇസ്ലാമിന് പ്രതീക്ഷയില്ല. അവരോട് കടുത്ത കൃഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ മുനാഫിക്കുകളായി പോകാതിരിക്കാൻ, നിങ്ങൾ ഉറച്ച മുഅ്മിനീങ്ങളായിരിക്കാൻ, നിങ്ങളുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ച് ഭയമുണ്ടാകാൻ, അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥവും അതിന്റെ വിശദീകരണമായ തിരുസുന്നത്തും നിങ്ങളുടെ ഹൃദയത്തെ നന്നായി സ്വാധീനിക്കാൻ, സർവോപരി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ, ആ ഹതഭാഗ്യത്തിൽ നിങ്ങൾ പെട്ട് നരകത്തിലെ ഗർദായി മാറാതിരിക്കാൻ, ഇത്രയൊക്കെ അവസരം കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അലം യഖിനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? അതൊരു വല്ലാത്ത വർത്തമാനമാണ്. അറബി ഭാഷയുടെ അകംപൊരുൾ അറിയുന്നവർ ഈ വർത്തമാനം കേട്ട് ഞെട്ടും. അറബി ഭാഷ അലങ്കാരത്തിന് കൊണ്ടു നടക്കുന്നവർക്ക് ഇതിന്റെ തീവ്രത മനസ്സിലാവില്ല. അലം യഖിനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ, മതിയായ ദിക്ർ. ദിക്റാണ് വിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാം ആണ് ദിക്ർ ഇറക്കിയത്. ഖുർആനെ കുറിച്ച് പറയാം. അപ്പോൾ ഖുർആനിക ആയത്തുകൾ, തിരുവചനങ്ങൾ, അതിന് രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ മതിയായ വിശദീകരണങ്ങൾ, അതിനനുസൃതമായ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കുന്ന ഒരു കാലഘട്ടം, റമദാനിന്റെ ഒരു മാസക്കാലം. അതിന്റെ നിലച്ചോദ്യങ്ങൾ അത്രയും കൃത്യമായി ഈ ദിക്ർ പ്രയോഗതലത്തിൽ, ഉത്ബോധനം പ്രയോഗതലത്തിൽ, തഖ്വയുടെ അന്തരീക്ഷത്തിൽ അധിഷ്ഠിതമായ ജീവിതം, അത് നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമികമായ സകലതും എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടും ഇങ്ങനെയൊക്കെ അവസരം കിട്ടിയിട്ട് ഖുർആനിന്റെ പഠനം, വായന, വളരെ ഊർതി കേൾക്കൽ, ഒരുപാട് വർത്തമാനങ്ങൾ, പള്ളിയിൽ ഇരിക്കൽ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കൽ, സദഖാത്ത്, സക്കാത്ത്, രാത്രി നമസ്കാരം, അങ്ങനെ തഖ്വയുടെ ഒരു അന്തരീക്ഷത്തിൽ വളരാൻ മതിയായ അവസരം കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇനിയും സമയമായില്ല അല്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ, ഓർമ്മയാൽ ഹൃദയത്തിൽ ഭയാശങ്ക ഉണ്ടാകാൻ ഇനിയും സമയമായില്ലേ? നിങ്ങൾക്ക് പേടിയില്ല അല്ലേ? നിങ്ങൾക്ക് ഭയമാകുന്നില്ല അല്ലേ? ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ഖുർആൻ, അത് അവതരിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുകയായിരുന്നു മാസക്കാലം നിങ്ങൾ. അതുകൊണ്ട് ഓതി നിങ്ങൾ കത്തുമ തീർത്തു, പഠനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി, ഉത്ബോധനം ശ്രദ്ധിച്ചു, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു. അങ്ങനെ സത്യത്തോടുകൂടി അല്ലാഹു ഇറക്കിയ ഈ വേദം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തി നിന്നിട്ടും നിങ്ങൾക്ക് ഇനിയും പടച്ചവനെ ഭയപ്പെടാൻ സമയമായില്ലേ? അതോ നിങ്ങൾ മുൻഗാമികളെ പോലെ ആകാൻ തീരുമാനിച്ചോ? മുമ്പ് വേദഗ്രന്ഥം ലഭ്യമായ ആളുകൾ അവർ യഥാർത്ഥത്തിൽ
വർഷം പ്രവർത്തിച്ച് ഇതേ വേദത്തിന്റെ അതേ പ്രവാചകന്റെ പേരും പറഞ്ഞിട്ട് ധിക്കാരികളും അധർമ്മകാരികളുമായി മാറിയതുപോലെ ആവാനാണോ നിങ്ങളുടെ തീരുമാനം? അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? അവരെ പോലെ ആവാതിരിക്കാൻ. അവർക്ക് സംഭവിച്ചത് കാലം കുറെ കഴിഞ്ഞു പോയപ്പോൾ അവർക്ക് പേടി മാറി, അവർക്ക് തമ്പുരാൻ ഭയമില്ലാതായി. അവർ തന്നെയാണ് സ്വർഗാവകാശങ്ങൾ നടിച്ചു. അവരെന്തൊക്കെയായിരുന്നാലും സ്വർഗത്തിൽ എത്തുമെന്ന് ആരോ അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. പറയുന്ന വർത്തമാനം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരും സ്വന്തക്കാരുമാണ്. മുമ്പ് വേദന കിട്ടിയ ആളുകൾ പറഞ്ഞ വർത്തമാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായിരുന്നാലും സ്വർഗത്തിലായിരിക്കും, ഞങ്ങളുടെ വീഴ്ചകൾ പ്രശ്നമാവില്ല, ഞങ്ങളല്ലാത്തവരെല്ലാവരും നരകത്തിൽ, ഞങ്ങളോ സ്വർഗത്തിൽ എന്ന് അവർ ധരിച്ചു പോയതുപോലെ അങ്ങനെ പറയാൻ മാത്രം ഹൃദയത്തിന് കടുപ്പമുണ്ടായിപ്പോയോ? നിങ്ങൾക്ക് ഈ വചനങ്ങളും താക്കീതുകളും കൊള്ളാൻ കഴിയാതെ പോയോ? അവരിൽ ഭൂരിപക്ഷവും ദുർമാർഗികളായി ജീവിക്കുന്നതിനെതിരെ നിങ്ങൾ അത്തരം ദുർമാർഗികൾ സ്വർഗത്തിലേറും എന്നാണോ നിങ്ങൾ ധരിച്ചു വശായത്? വല്ലാത്ത ഒരു ചോദ്യമാണ്. ഇത്രയും ആവർത്തിക്കേണ്ടി വന്നത് അല്ലാഹു നമുക്ക് നല്ലൊരു അവസരമാണ് നൽകിയത്. ഈ റമദാൻ മാസത്തെ മുഴുവൻ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരാണ് ഇരിക്കുന്നത്. തമ്പുരാൻ നൽകിയ ഒരു അവസരം കിട്ടാൻ വേണ്ടി കൊതിച്ച് പ്രാർത്ഥിച്ചതായിരുന്നു നമ്മൾ. അതുകൊണ്ട് റജബിലും ശഅബാനിലും ഈ സമുദായം ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാരുടെ പ്രാർത്ഥന, പഠിച്ചവനെ റജബിലും ശഅബാനിലും അനുഗ്രഹിച്ചിട്ട് ബല്ലഗന റമദാൻ, റമദാനിലേക്ക് നീ എത്തിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത് എങ്കിൽ പ്രാർത്ഥന ഉത്തരമാണ് ഈ ദീർഘായുസ്. ഈ റമദാൻ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. അടുത്ത ഒരു റമദാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കാണാൻ ധൈര്യമുള്ളത് പറയാൻ ആർക്കുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരം അല്ലാഹു തന്നിട്ടും ആ അവസരത്തിൽ ഇസ്ലാമികമായ ഒരു ജീവിതക്രമം എങ്ങനെയെന്ന് പരിശീലിച്ചറിഞ്ഞിട്ടും ഇനിയും നമ്മുടെ ഹൃദയത്തിൽ പേടിയില്ല എങ്കിൽ, നമുക്ക് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ ജീവിതക്രമം തുടരാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അറിയണം, നമ്മുടെ അകത്ത് കയറ്റി വെച്ചത് ഈമാനല്ല, ശുദ്ധ നിഫാഖ്. നമ്മുടെ മാതൃക മുഅ്മിനീങ്ങളല്ല, അഭിനയിക്കാറുകാരാണ്. നമുക്ക് ചെന്നു ചേർന്ന സ്വർഗമല്ല, നരകമാണ്. ഈ വ്യക്തമായ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്ന് സഹോദരി സഹോദരന്മാരെ നമ്മൾ അറിയണം. റമദാനിലെ ജീവിതമാണ് നമ്മുടെ ജീവിതം. അതാണ് ഇസ്ലാമിലെ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഒരു ചിന്ത ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടി വരുന്നത്. റമദാൻ നാം എങ്ങനെ ജീവിച്ചുവോ അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. വ്രതം മാത്രം ഐച്ഛികമായി തീരും, നോമ്പ് മാത്രം ഐച്ഛികമായി തീരും. അതിന് അത് നിർബന്ധമല്ല. ബാക്കി എല്ലാം എന്തായിരുന്നുവോ അത് തന്നെയാണ് ഇനിയുള്ള ജീവിതം. അതിലൊരു മാറ്റവും വിശ്വാസിക്ക് പാടില്ല. റമദാനിൽ അങ്ങനെ, അല്ലാത്തപ്പോൾ ഇങ്ങനെ എന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചു വശായി എങ്കിൽ നമുക്ക് പടച്ചവനെ കുറിച്ച് ഭയം ഉണ്ടായിട്ടില്ല. അവ നമുക്ക് നൽകിയ അവസരം പരിശീലിച്ചറിഞ്ഞിട്ട് പിന്നീട് പ്രയോഗിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ സീസണൽ ഇബാദത്തിന്റെ ആളുകളായിട്ട് മാറി. കാലികമായി ചില ആരാധനകൾ അത് കാലികമായി വന്നു ചേരുമ്പോൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോടെ ചെയ്തു. അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, ആ അധ്യായം അടഞ്ഞു, അടുത്ത ഒന്ന് വേറെ ഒരു കോലത്തിൽ എന്ന് തീരുമാനിച്ചു വരാം നമ്മൾ. ഇത്രയും മുനാഫിക്കുകൾ വേറെയുണ്ടോ സമുദായത്തിൽ? അപ്പോൾ റമദാനിൽ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഇസ്ലാമിക ജീവിതം. ആ വ്രതം മാത്രം ഐച്ഛികമാണ്. അതിപ്പോൾ ശവ്വാലിലെ 6 നോമ്പെടുക്കുന്നു. വരാനിരിക്കുന്ന മാസങ്ങളിൽ സവിശേഷമായ മുഅക്കദായ സുന്നത്ത് നോമ്പുകൾ വരെയും, അറഫ നോമ്പ്, ആശൂറ, താസുവ നോമ്പുകൾ, തിങ്കൾ വ്യാഴ നോമ്പുകൾ, മാസത്തിൽ 13, 14, 15 നോമ്പുകൾ എല്ലാം ആവാം, വിശദീകരിക്കേണ്ടതില്ല. ആ നോമ്പുകൾ ഐച്ഛികമാണ്. അത് ഒഴിച്ച് ഈ ജീവിതത്തിൽ റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ ദിനവും കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഈ വ്രതം ഐച്ഛികമായി വരികയും എന്നാൽ റമദാനിലെ ബാക്കി എല്ലാ ശീലങ്ങളും നൈരന്തര്യം തുടരുകയും ചെയ്യുമ്പോഴേ നാം മുഅ്മിനീങ്ങളാവും. അപ്പോഴേ നമുക്ക് പടച്ചവനെ പേടിയുള്ളൂ, അപ്പോഴേ ഇതിന്റെ ഫലം കിട്ടും. റമദാനിൽ നാം സുബഹ് നമസ്കാരത്തിൽ നേരത്തെ എത്തി, സുന്നത്തുകൾ എടുത്തു, ഫർളുകൾ വീഴ്ച വരുത്താൻ നിർവഹിച്ചു, ജമാഅത്തും ശ്രദ്ധിച്ചു, സുന്നത്തുകൾ കണിശമായി പുലർത്തി, രാത്രി നമസ്കാരം ശ്രദ്ധേയമായിട്ട് ചെയ്തു. ഇത് റമദാനിൽ മാത്രമാണെന്ന് ആരായി സമുദായത്തെ പഠിപ്പിച്ചത്? കൃത്യമായി സമയത്ത് പള്ളിയിൽ ഹാജരായി നമസ്കരിക്കുന്നതിന്റെ പുണ്യത്തെ കുറിച്ച് വിശദീകരിച്ചിടത്ത് റമദാൻ മാസവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. തിരുനബിയോട് ചോദിച്ചു,
ചോദ്യമാണ്. പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? തിരുവനന്തപുരം മറുപടി അസ്സലാത്തു ഫീ വഖ്തിഹാ, സമയത്ത് നമസ്കരിക്കലാണ്. സമയത്ത് നമസ്കരിക്കുന്ന റമദാനിൽ മാത്രമാണെന്ന് ആരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്? അപ്പോൾ റമദാനിൽ മാസക്കാലം ഇങ്ങനെ ചെയ്തിട്ടും അത് തുടരാൻ കഴിയുന്നില്ല അല്ലെ? കഴിയാതെ പോകാൻ കാരണം പടച്ചവനെ പേടിയില്ലാത്തത് കൊണ്ട്, വിചാരണയെ ഭയപ്പെടാത്തത് കൊണ്ട്, നരകത്തെ പേടിയില്ലാത്തത് കൊണ്ട്, ധിക്കാരിയായതുകൊണ്ട്. അല്ലെങ്കിൽ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നിന്റെ കടയിലെ മേശക്കരികെ എങ്ങനെ ഇരിക്കാൻ നിനക്ക് കഴിയും? നിന്റെ വീട്ടിൽ ചടഞ്ഞിരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റും? തെരുവിലെ വർത്തമാനം നിർത്താതിരിക്കാൻ നിനക്ക് കഴിയൂ? നിന്റെ നാഥൻ വിളിച്ചിരിക്കില്ലേ നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക്? പക്ഷെ അനങ്ങാൻ നിനക്ക് പറ്റുന്നില്ല അല്ലെ? അമർന്നിരിക്കുന്നു അവിടെ. നിനക്ക് പടച്ചവൻ വരാൻ ഭയമില്ല. അലം യഖിനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ദിക്രില്ലാ. പടച്ചവനെ കുറിച്ച ഓർമ്മയാൽ ഹൃദയം പ്രകമ്പനം കൊള്ളാൻ ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് പാകപ്പെട്ടില്ല അല്ലെ? സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ അല്ലാത്തത് പുറമേ രാത്രി നമസ്കാരം, ഇതെല്ലാം ഇസ്ലാം എല്ലായ്പ്പോഴും ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അവസാന നാളിൽ ഈ സമുദായത്തോടെ ഉത്ബോധനം നമസ്കാരം നമസ്കാരം എന്നായിരുന്നു. കാരണം നമസ്കാരം കൃത്യമായി പാലിക്കുകയും അതിൽ നിന്ന് നേടിയെടുക്കേണ്ട ഊർജം നേടിയെടുക്കുകയും അങ്ങനെ നേരെ ചൊവ്വേ നമസ്കരിക്കുന്നവൻ പാലിക്കേണ്ട വിശുദ്ധി പാലിക്കുകയും ചെയ്താൽ ഈ സമുദായം എന്നും വിജയത്തിലായിരിക്കും. അതുകൊണ്ട് നമസ്കാരത്തെ ഊന്നി. ഓർമ്മ നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ നമസ്കരിക്കാൻ വരാൻ കഴിയാതെ സഹാബത്ത് കാവലിക്ക് ഇടയ്ക്ക് ഓർമ്മ വരികയും ഇടയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് ഉയർന്ന വർത്തമാനം അയ്യുഹന്നാസ് അസ്സലാ അസ്സലാ, അല്ലയോ ജനങ്ങളെ നമസ്കാരം 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 നമസ്കാരം. ആ നമസ്കാരം റമദാനിൽ മാത്രം ശുഷ്കാന്തിയോട് ചെയ്യുകയും അല്ലാത്തപ്പോൾ അലസത കാണിക്കുകയും ചെയ്തൊരു പടച്ചവനെ ഭയമില്ല എന്ന കാര്യം നമ്മൾ അറിയണം. വിശ്വാസികളുടെ ഗുണം പറയാം. അവർ കിടപ്പറയിൽ എഴുന്നേൽക്കും. അവരുടെ പാർശ്വങ്ങളെ പിടിപ്പിരുന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തും. ഇതിനുള്ള നമസ്കാരത്തിൽ പ്രവേശിക്കും, പ്രാർത്ഥനയിൽ പ്രവേശിക്കും. ഭയത്തോടെയും പ്രതീക്ഷയോടെയും. അല്ലാഹുവിന്റെ നരകത്തെ ഭയന്നും അവന്റെ സ്വർഗത്തെ പ്രതീക്ഷിക്കും. അവർ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും. തഹജ്ജുദ് നമസ്കാരമാണ്. നാം തറാവീഹ് നമസ്കാരം നിർവഹിച്ചവരാണ്. റമദാനിൽ മാത്രം ഒരു രാത്രി നമസ്കാരം ഇല്ല. എല്ലായ്പ്പോഴും രാത്രി നമസ്കാരത്തിന് റമദാൻ രാത്രി ഒരു ഐക്യരൂപം കൊടുത്തതാണ്. സംഘടിതമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തറാവീഹ് എന്ന പേരിൽ നമ്മുടെ ഇമാമിൽ നമസ്കരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ എല്ലാ ദിവസവും രാത്രി നമസ്കാരമുണ്ട്. രാത്രി നമസ്കാരത്തിൽ ഇത്തിരിയെങ്കിലും ചെയ്യാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഇത്തിരിയെങ്കിലും നിർവഹിക്കാതെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് അവന്റെ നരകത്തെ ഭയന്നും രക്ഷയെ മോഹിച്ചും കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരം, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂറത്ത് സജ്ദയിൽ അല്ലാഹു പറയാ, അവരിങ്ങനെയാണ്. അവർക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അവർ എഴുന്നേൽക്കും. എന്നിട്ട് അവർ നാഥനോട് പ്രാർത്ഥിക്കും. രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ, നിശീതിയുടെ നിശബ്ദതയിൽ അവർ പ്രാർത്ഥനാനിരതരായിരിക്കും. പാതിരിമാരെ പോലെ രാത്രിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ. ആ സമയത്തുള്ള വികാരം ഇങ്ങനെയാണ്. നരകത്തെ കുറിച്ച ഭയവും സ്വർഗത്തെ കുറിച്ച പ്രതീക്ഷയും. അവരുടെ പ്രാർത്ഥന കേൾക്കാൻ നാഥൻ തയ്യാറായിരിക്കും. അവ രാത്രി നമസ്കാരം, അവ സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, നമസ്കാരത്തിലെ സമയനിഷ്ഠ, ജമാഅത്തായി നിസ്കരിക്കൽ, അതിനുശേഷമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും, ഇതെല്ലാം റമദാനിൽ മാത്രമാണെന്ന് ഏതെങ്കിലും ഒരു സമുദായം മനസ്സിലാക്കിയെങ്കിൽ റമദാനിന് ശേഷം അവർക്ക് ചിട്ടമായിരിക്കാൻ കഴിയില്ല. റമദാൻ ഉണ്ടാക്കി കൊടുത്ത ക്രമം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് നഷ്ടപ്പെട്ടു പോയതായിരിക്കും ഭൂരിപക്ഷവും. ആഴ്ചകൾ കഴിയുന്നതോറും ഈ ക്രമം നഷ്ടപ്പെടുകയാണ്. അവസാനം നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുന്നു, നാം തിന്മയിൽ എത്തിപ്പെടുന്നു. അടുത്ത ഒരു റമദാൻ വരുമ്പോഴാണ് വീണ്ടും വിചാരം ഉണ്ടാകുന്നത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന്. എന്നിട്ട് പിന്നെ തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടമാണ്. അത്തരം പശ്ചാത്താപക്കാർ മുമ്പിൽ പറഞ്ഞതുപോലെ കാക്കത്തൗബയുടെ ആൾക്കാരാണ്. അവിടെ പശ്ചാത്താപത്തിന് വിലയുണ്ട്.
ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം പടച്ചവനെ ഭയമില്ലാതെ ജീവിക്കുന്നവർ താൽക്കാലിക ആശ്വാസത്തിന് ചെയ്യുന്ന ഇതര മതസ്ഥർക്ക് ശീലമുള്ള പരിപാടി ഇസ്ലാമിൽ ഇല്ലാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഈ റമദാനിൽ നമ്മൾ ശീലിച്ച ഈ നമസ്കാരത്തിന്റെ ശ്രദ്ധ സഹോദരന്മാരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ദിക്ർ ദുആ നന്നായിട്ട് നിർവഹിച്ചു റമദാനിൽ. അത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. അല്ലാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചൊല്ലുക, അതുപോലെ തന്നെ ദുആ, പ്രാർത്ഥനാനിരതമായ ജീവിതം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന പ്രാർത്ഥന, രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥനയോടുകൂടി, ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി വന്നാലും പ്രാർത്ഥന. ഇതാണ് ഇസ്ലാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നിട്ട് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ശരിയാവുക ആരാ പഠിപ്പിച്ചത്? ജീവിതം പ്രാർത്ഥനാ നിർഭരമാണ്. പ്രവർത്തനവും പ്രാർത്ഥനയുമാണ് മുസ്ലിമിന്റെ ജീവിത രീതി. അപ്പൊ ഈ ദുആയും ദിക്റും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. മുനാഫിക്കുകളാണ് അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവർ. ഈ മുനാഫിക്കുകൾ കുറച്ച് മാത്രമേ അള്ളാഹനെ ഓർക്കൂ. അവർക്ക് തിരക്കാം, സമയമില്ല. ബാത്റൂമിൽ കയറുമ്പോൾ പോലും അവർക്ക് ഇടതുകാലം വെച്ച് പ്രാർത്ഥന ചെയ്യാൻ സമയം കിട്ടൂല. കാരണം അവർക്ക് വേറെ ഒരുപാട് തിരക്കാം. ഭക്ഷണം കഴിക്കാൻ ബിസ്ക്കറ്റ് എല്ലാം മറന്നു പോകും അവർ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ക്രമം അങ്ങ് തെറ്റിയിട്ട് നാം അസൽ മുനാഫിക്കിന്റെ ശൈലിയിലേക്ക് മാറും. അതാണെന്ന് പറയാൻ നമ്മൾ സമ്മതിക്കൂല എന്ന് മാത്രം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൈയൊഴിയുന്നുവോ അവന് ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. അവനെ കൈയൊഴിയും. അള്ളാഹ് കൈയൊഴിഞ്ഞ ഒരു ഈഹലോകം കുടുസ, അല്ല പിന്തുണ കൊടുക്കുന്ന ഈഹലോകം വിശാല. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൈയൊഴിയുന്നുവോ, അവനെ കുറിച്ച ബോധം കൈയൊഴിയുന്നുവോ, വൈകുന്നേരവും അഹീഷണം നൽക അവന് ഇടുങ്ങിയ ജീവിതമാണുള്ളത്. പലരും ഇടുക്കം അനുഭവിക്കുകയാണ്. അവർക്ക് കുടുസ് മാത്രമാണ്. പടച്ചവന്റെ ഹൈറും ബർക്കത്തും അവർക്ക് വന്നു വീഴുന്നില്ല. വന്നു വീഴാതിരിക്കാൻ കാരണം അവർ അള്ളാഹു ഉദ്ദേശിച്ച ആ നിലവാരത്തിലേക്ക് ഉയരുന്നില്ല. റമദാൻ മാസം എത്ര കഴിഞ്ഞിട്ടും ഇതൊക്കെ ശീലിച്ചിട്ടും ഒരു മാസക്കാലം ഓരോ 10 ചൊല്ലേണ്ട ദുആ ഉൾപ്പെടെ അത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഇരുത്തി ചൊല്ലിച്ചിട്ടും നന്നാവുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് കൈവിട്ടിരിക്കുക. അള്ളാഹ് കൈവിട്ടവർക്ക് രക്ഷിക്കാൻ ഭൂമുഖത്ത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രാർത്ഥനാപരമായ ഒരു ജീവിതം, അള്ളാഹുവിന്റെ സ്മരണ, ഓർമ്മ, അത് എല്ലാ കാലത്തും തുടരേണ്ട ഒന്നാണ്. റമദാനിൽ മാത്രമല്ല. അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ, റമദാനിൽ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. സകാത്തും സദഖയും ഭംഗിയായി നിർവഹിച്ചു റമദാനിൽ. ധനവ്യയം റമദാനിൽ മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സകാത്തിന്റെ കാലം റമദാനാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സാമ്പത്തിക വർഷം റമദാനായി നിജപ്പെടുത്തിയെങ്കിൽ നല്ല കാര്യം, അങ്ങനെയാവാം. എപ്പോഴാണ് നിസാബ് തികയുന്നത്? ധനമാണെങ്കിൽ ധനത്തിന്റെ തോത്, കൃഷിയാണെങ്കിൽ കൃഷിയുടെ വിളവെടുപ്പ്, അല്ലെങ്കിൽ കയ്യിൽ വരുന്ന പണം എപ്പോൾ കയ്യിൽ വരുന്നോ അപ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കലാണ് ഇസ്ലാമിൽ പറഞ്ഞു വന്നത്. അത് റമദാനിൽ മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചില്ല. റമദാനിൽ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ അത് സ്വീകരിക്കുമാറാവട്ടെ. സദഖ റമദാനിൽ മാത്രമാണെന്നാണ് പഠിപ്പിച്ചത്. നമ്മുടെ മുമ്പിൽ ആവശ്യക്കാരൻ വന്നോ കൊടുക്കാതെ വിടാൻ നമുക്ക് സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ അദ്ദേഹത്തോട് തിരുവോട് ആവശ്യപ്പെടുന്ന കാര്യം ഫഅമ്മസ്സാഇല ഫലാ തൻഹർ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ ഫഅമ്മസ്സാഇല ഫലാ തൻഹർ. അനാഥയെ നീ ആട്ടി അകറ്റരുത്, ചോദിച്ചു വരുന്നവനെ പറഞ്ഞു വിടുകയും. വല്ലാഹു സുബൈ, അനാഥനായപ്പോൾ ഞാൻ നിന്നെ സനാഥനാക്കി, വഴികളിലായപ്പോൾ നിനക്ക് ഹിദായത്ത് നൽകി, പ്രയാസത്തിലായപ്പോൾ ഞാൻ നിന്നെ ഐശ്വര്യത്തിലാക്കി. തിരുനബിയോടുള്ള അനുഗ്രഹങ്ങൾ പറയാം. ഈ ഐശ്വര്യമൊക്കെ നിനക്ക് കിട്ടിയെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്ന ഒരനാഥനെയും വെറുതെ വിടരുത്. നിന്റെ മുമ്പിൽ കൈനീട്ടി വരുന്ന ഒരാളെയും വെറുതെ കൈയോടെ വിടരുത്. നമുക്കും ഒരുപാട് ഐശ്വര്യം കിട്ടിയതാണ്. നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്. നമ്മൾ കുടുംബത്തിൽ നാഥന്മാരാണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഐശ്വര്യമുണ്ട്, ഇസ്സത്തുണ്ട്, എല്ലാം അല്ലാഹു നൽകിയതാണ്. നമുക്ക് ഹിദായത്ത് നൽകി, സർവോപരി ഇസ്ലാമിനെയും നൽകി. ഇത്രയും ഐശ്വര്യം നൽകിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടി വരുന്ന ഒരാളെ നിങ്ങൾക്ക് വെറുതെ വിടാൻ സാധിക്കും? വെറുതെ വിട്ടാൽ നാഥൻ നിങ്ങളെ വെറുതെ വിടുമോ? തിരുനബിയോടാണ് പറഞ്ഞത്, വെറുതെ വിളിച്ചതിനെ. അതുകൊണ്ട് കൊടുത്തുകൊള്ളണം. അതുകൊണ്ട് ഈ സദഖയും സക്കാത്തും ഒക്കെ അതിന്റെ സമയത്ത് ഇനിയും തുടങ്ങും. ഇസ്ലാമിന്റെ മാർഗത്തിൽ ധനവ്യയം ശീലമാകണം. അത് ഇസ്ലാമിക ജീവിത ക്രമത്തിലെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. കയ്യിലുള്ളോ കൊടുക്കണം, ഉള്ളതുപോലെ കൊടുക്കണം. ഇത്തിരി വേണമെങ്കിൽ ഇത്തിരി കൊടുത്താൽ മതി, കൂടുതൽ കൂടുതൽ കൊടുക്കണം. ഒന്നും കൊടുക്കാനെങ്കിൽ നല്ല വാക്ക് പറയണം. അത്രയും അതും സദഖയാണ്.
ഖൗൽ മഅറൂഫ്, നല്ല വാക്ക് പറയൽ സദഖയാണ്. അങ്ങനെയും സദഖ സാധ്യമാകും. അപ്പൊ ഈ അളവിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഇസ്ലാമിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾ, ഇസ്ലാമിന്റെ ആവശ്യങ്ങൾ, ഇത് രണ്ടും നിർവഹിക്കുന്ന മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, വിശ്വാസികൾ അങ്ങനെയാണ്. സന്തോഷവേളയിലും അവർ ചെലവഴിക്കും, സന്താപകാലത്തും ചെലവഴിക്കും, ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ. കാലം നോക്കിയല്ല ചെലവഴിക്കുക, റമദാൻ മാസം നോക്കി മാത്രമല്ല ചെലവഴിക്കുക, എപ്പോഴും ചെലവഴിച്ചുകൊണ്ടിരിക്കും, ഉണ്ടെങ്കിലുള്ളതുപോലെ. ഇതേ സൂറ ഹദീദിലെ സൂക്തമാണ്. അല്ലാഹു ഏറ്റവും വിശേഷമായ കടം കൊടുക്കുന്നവർ ആരുണ്ട് അല്ല ചോദിക്കുക. അങ്ങനെ കൊടുത്താൽ അല്ലാഹു ഇരട്ടിയായി അവർ കാണിച്ചു കൊടുക്കും. വലഹു അജ്റുൻ കരീം, അവന് മാന്യമായ പ്രതിഫലം. ഇരട്ടിയായി ഇവിടെ കാണിച്ചു കൊടുക്കും, അവിടെയും കാണിച്ചു കൊടുക്കും. അവിടെ അവന് പ്രത്യേകമായ പ്രതിഫലം കൊടുക്കും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരാണ് കടം കൊടുക്കാതെയാളും കടമാണ് ചോദിക്കുന്നത്, അവൻ നൽകിയത് അവൻ പിടിച്ചു വാങ്ങാം, തിരിച്ചെടുക്കാം. പക്ഷെ അവർ കടം ചോദിക്കുകയാണ്. നമുക്ക് ധനം നൽകിയ ഒരാൾ നമ്മളോട് കടം ചോദിക്കുകയാണ്. എത്ര പേർ ഉയർന്ന സ്ഥാനത്താണ് നാം നിൽക്കുന്നത്? അവൻ ഈ വാങ്ങുന്നതിന് പകരം തരാമെന്ന്, ഇരട്ടിയായി തരാമെന്ന്, ഇവിടെ തന്നെ തരാമെന്ന്, പരലോകത്ത് വേറെയും തരാമെന്ന്. എന്നിട്ടും ധനവയം നമുക്ക് ശീലമാകുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്നില്ല. ഇസ്ലാമിന്റെ ആവശ്യങ്ങൾ, കൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ ആവശ്യങ്ങൾ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, വഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർള, അല്ലാഹു നമ്മളോട് കടം ചോദിക്കുകയാണോ? നാണമായി പോയി അദ്ദേഹത്തിന്. അദ്ദേഹം വിചാരിച്ച് നമ്മൾ ചെലവഴിക്കാത്തത് കൊണ്ട് നമ്മൾ കളിയാക്കുകയാണ്. കാരണം ചെലവഴിക്കാത്ത ഒരാളോട് കടം ചോദിച്ചിട്ട് അത് വാങ്ങുന്നത് പോലെ അല്ലാഹു നമ്മളോട് കടം ചോദിക്കണം. റസൂൽ പറഞ്ഞു, അതെ അബൂ ദർദാ, ഞാൻ യാ അബൂ ദർദാ, അബൂ ദർദാ കടം ചോദിക്കുകയാണ്. റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്നാ പ്രവാചകരെ? റസൂൽ കയ്യിൽ കിട്ടി. കയ്യിൽ നിന്നും അദ്ദേഹം പറഞ്ഞ വർത്തമാനം, എന്റെ ആ മതിലിനാൽ ചുറ്റപ്പെട്ട തോട്ടം ഞാൻ അല്ലാഹുവിന് കടം നൽകുന്നു. ആ തോട്ടത്തിൽ വീടും പുരയിടവും ഒന്നിച്ചൊരു തോട്ടമാണ്. 600 ഈത്തപ്പനയുള്ള തോട്ടം, 600 വെട്ടുന്ന റബ്ബർ തോട്ടം എന്ന് വിചാരിച്ചോ നിങ്ങൾ. അത് തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കടം തരുന്നു. കടം കൊടുത്തിട്ട് അദ്ദേഹം ഭാര്യയുടെ അടുക്കൽ പോയി. വീട്ടിന്റെ പുറത്തുനിന്ന് വിളിക്കുകയാണ്, യാ ഉമ്മ ദർദാ ഉഖ്രിജി. ഭാര്യയെ വിളിച്ചിട്ട് നീ ഇറങ്ങ്. ഞാൻ ഈ തുടികയും ഈ പുരയിടവും വീടുമെല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കടം കൊടുത്തു, നീ പുറത്തു വാ, നമ്മുടെ രത്തയിൽ കൂടെ അല്ലാഹുവില്ല. അവര് പറഞ്ഞ വർത്തമാനം, താങ്കൾ നേടി, ഈ കച്ചവടത്തിൽ നേടിയിരിക്കുന്നു. അവളെ കുട്ടികളെയും ചെമ്പുചരക്കും പത്രം എടുത്ത് പുറത്തിറങ്ങിപ്പോയി, രണ്ടുപേരിറങ്ങിപ്പോയി, മക്കളെ കൊണ്ട് വീട് വിട്ട് ഒഴിഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. വേറെ പോയി നമസ്സുന്ന. ഇങ്ങനെയൊക്കെ ചരിത്രം സിദ്ധിച്ച മഹാന്മാരുടെ പിൻഗാമികളാണെന്ന ഓർമ്മ വേണം. നമ്മളോട് വീട് വിട്ടിറങ്ങാൻ പറഞ്ഞില്ല, പക്ഷെ കൊടുക്കാൻ നമുക്ക് റമദാൻ മാസം വരണം. അതിനും അതാണ് കൊടുക്കില്ല. എന്നിട്ട് അതിന്റെ മേനി പറച്ചില്ല. ആ മേനി പറച്ചിൽ ഇസ്ലാമിന്റെ പേരിൽ പറയരുത്. അള്ളാഹ് വിടൂല. കൊടുത്തുകൊണ്ടിരിക്കണം, കിട്ടുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം, കൊടുക്കൽ ശീലമാക്കി മാറ്റണം. അപ്പൊ ഈ ചെലവഴിക്കൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമായിട്ട് മാറണം. റമദാനിൽ മാത്രം ഉണ്ടാവേണ്ട ശീലമല്ല. 27-ാം രാവിലെ എരിഞ്ഞു കൊടുത്തതിൽ അഭിനയിക്കുന്നവർ മനസ്സിലാകട്ടെ, അവൻ കുറ്റമാണ് ചെയ്തത്. അവന്റെ മുമ്പിൽ വരുന്ന പാവപ്പെട്ടവന്റെ ആത്മാഭിമാനം എടുത്തി കളഞ്ഞിട്ട് ഈ ചില്ലറ നാണയത്തിൽ സമുദായത്തിൽ പേര് നേടിയവൻ, അവൻ 1-ാം നമ്പർ പ്രതിയായിട്ട് നാളെ ഹാജരാക്കപ്പെടുന്ന കാഴ്ച കാണാം. മന്യന്മാരാകാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് ഇസ്ലാം. അതൊരു മാസക്കാലം മാത്രം നടക്കേണ്ട കാര്യമല്ല. 4-ാമത് റമദാൻ വഴി സ്വഭാവ പെരുമാറ്റങ്ങളാണ്. നല്ല വർത്തമാനം, നല്ല വാക്ക്, ദേഷ്യപ്പെടാതിരിക്കുക, കോപിക്കാതിരിക്കുക, ക്ഷണ്ട കൂടാമെന്നാൽ ഇനി പറഞ്ഞു സാഹിത്യ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് പിൻവാങ്ങുക. അങ്ങനെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഔന്നിത്യം നേടാൻ റമദാനെ പഠിപ്പിച്ചു എങ്കിൽ അത് ഉടനീളം വേണ്ടതാണ്. അത് ഉടനീളം വേണ്ടതാണ്. റമദാൻ പഠിപ്പിച്ചത് നമ്മുടെ ഒരു ജീവിതക്രമമാണ്. ആ ജീവിതക്രമത്തെ നാം മറന്നു പോകാതിരിക്കുക. ഏതാനും ഹദീസുകൾ മാത്രം കേൾക്കുക, വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. സൽസ്വഭാവത്തെക്കാൾ അല്ലാഹുവിന്റെ ത്രാസിൽ കനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മവുമില്ല. സ്വഭാവം എന്നാവട്ടെ, റമദാനിൽ ചീത്ത പറഞ്ഞില്ല, പള്ളു പറഞ്ഞില്ല, ചെണ്ട കൂടിയില്ല, ആരോടും കോപിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, അമർത്തി ഒതുക്കി അടക്കി ഒതുക്കിയെങ്കിൽ റമദാൻ മാസം കഴിഞ്ഞാൽ ആകാമെന്ന് ആരാണ് പഠിപ്പിച്ചത്? നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ ത്രാസിൽ ഏറ്റവും
കനം തൂങ്ങൽ സൽക്കർമ്മം ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവമാണ്. അത് വല്ലാത്തൊരു ഇബാദത്താണ്. കനം തൂക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലി എണ്ണം തകച്ചിട്ട് കനം കൂട്ടുന്നവരെ, നിങ്ങൾ മനുഷ്യർ നന്നായി പെരുമാറി നോക്ക്, നിങ്ങളുടെ ത്രാസിൽ അതിനേക്കാൾ കനം വീഴും. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി, അല്ലാഹുമ്മ കമാ ഹസ്സന ഖൽഖി ഫഹസ്സിൻ ഖുൽഖി. എന്റെ പ്രകൃതത്തിൽ നിന്നാക്കിയതുപോലെ സ്വഭാവത്തിൽ നിന്നാക്കി. നമ്മുടെ ആകാരം നല്ല ആകാരമാണ്, നല്ല ആകാര സൗഷ്ഠവം, അത് നന്നായി സ്വഭാവം നന്നാക്കണേ എന്നാണ്. സ്വഭാവം നന്നാവണം. സ്വഭാവ പെരുമാറ്റ മര്യാദകൾ ശീലിക്കലായി റമദാൻ മാസം. അലൈക്കും ബിസ്ദിഖ്, നിങ്ങൾ സത്യസന്ധത പുലർത്തണം. സത്യസന്ധത പുണ്യത്തിലേക്ക് നയിക്കും. പുണ്യം സ്വർഗത്തിലേക്ക് നയിക്കും. നിങ്ങൾ കളവിനെ, കള്ളത്തരത്തെ, കള്ളത്താപ്പിനെ എല്ലാം സൂക്ഷിക്കണം. കള്ളസാക്ഷ്യത്തെ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. കള്ളം നിങ്ങളെ തമ്മാടിത്തത്തിലേക്ക് നയിക്കും. തമ്മാടിത്തം, ധിക്കാരം, താമോദിത്തരം നിങ്ങളെ നരകത്തിലേക്ക് നയിക്കും. വഴി വളരെ വ്യക്തമാണ്. സത്യസന്ധത, വിശ്വസ്തത, സൽസ്വഭാവം, നല്ല ശീലങ്ങൾ, നല്ല പെരുമാറ്റം, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അതാണ് റമദാൻ ശീലിപ്പിച്ചത്. അതാണ് സ്വർഗത്തിലേക്ക് വഴി നടത്തുക. അതിനെതിരായുള്ള നരകത്തിലേക്ക് വഴി നടത്തും. ധിക്കാരികളായി, താന്തോലികളായി, അൽ കുഫ്റ വൽ ഫജ്റ, നിഷേധവും തമ്മാടിത്തവുമായിട്ട് നരകത്തിലേക്ക് പോകും. ഒരു മാസക്കാലം നല്ലവരായി ജീവിച്ചിട്ട് അടുത്ത അവിടെ അങ്ങോട്ട് നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചവർ റമദാൻ കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. ഒരു സഹോദരന്റെ അഭാവത്തിൽ അവന്റെ ആത്മാഭിമാനത്തെ ആര് സംരക്ഷിക്കുന്നുവോ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് ആകർഷിക്കുമെന്ന്. അപ്പോൾ ആളുകളുടെ അഭിമാനം ചിലപ്പെടുത്താതിരിക്കുക, അവന്റെ അഭിമാനത്തെ ആകർഷിക്കുക. നിങ്ങൾക്ക് സലാം വ്യാപിപ്പിക്കുക. സ്നേഹത്തിന്റെ, സഹോദരത്തിന്റെ ഒരു മാർഗമാണത്. കുടുംബബന്ധങ്ങൾ പുലർത്തുക. ഭക്ഷണം കൊടുക്കുക, ആളുകളെ കൂട്ടുക. റമദാൻ മാസം മാത്രം കൊടുത്താൽ മതി എന്നല്ല ഈ പറയുന്നത്. ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ രാത്രി നമസ്കരിക്കുക. സമാധാനത്തോടെ സ്വർഗ്ഗത്തിൽ പോവാം. ഇത് സീസണൽ ആരാധനയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ വരണം. ഇത് നമ്മുടെ ശീലമാവേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സ്വഭാവ പെരുമാറ്റങ്ങൾ ഇതെല്ലാം ശീലിപ്പിക്കുന്ന ഒന്നാണ് റമദാൻ. റമദാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതാണ് നമ്മുടെ ജീവിത രീതി. റമദാനെയാണ് നാം റോൾ മോഡലാക്കി വെക്കേണ്ടത്. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് റമദാൻ മാസം. മൃതം മാത്രം സുന്നത്തായി, അത് നിർബന്ധമല്ല. ഇപ്പോൾ അത് ഐച്ഛികമാണ്, സാധ്യമാകുമ്പോഴൊക്കെ ചെയ്യാം. പക്ഷേ ബാക്കിയെല്ലാം നിർബന്ധമാണ്. നമസ്കാരത്തിന്റെ സമയനിഷ്ഠ മുതൽ, സുന്നത്ത് നമസ്കാരം മുതൽ, രാത്രി നമസ്കാരം മുതൽ, വിശുദ്ധ ഖുർആന്റെ പഠനവും പാരായണം മുതൽ, അവിടെ നിന്നുള്ള സ്വഭാവ പെരുമാറ്റ രീതികൾ മുതൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ മുതൽ, ഈ റമദാനെ സംബന്ധിച്ച ബദർ അനുസ്മരിച്ച കൂട്ടരെ ഇസ്ലാമിന്റെ വിജയത്തിന് പ്രവർത്തിക്കലാണത്. അതുൾപ്പെടെ ഇസ്ലാമിന്റെ മാർഗത്തിലെ പ്രവർത്തനം വരെ ഇതെല്ലാം ചേരുന്ന ഒരു ജീവിതക്രമമുണ്ട് മുസ്ലിമിന്. ആ ജീവിതക്രമമാണ് റമദാൻ. ആ ജീവിതക്രമം സ്വീകരിക്കാൻ കഴിയാത്തവൻ റമദാൻ കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. റമദാൻ കൊണ്ട് നേടിയവർ ഈ ലൈഫ് സ്റ്റൈൽ ശീലമാക്കിയവരാണ്. അവർ തുടരുകയാണ് റമദാനിൽ. അവിടെ നോമ്പ് മാത്രം ഐച്ഛികമായിട്ട് മാറുന്നു. പക്ഷെ റമദാനിലെ സകല ശീലങ്ങളും അവർ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ കഴിയാത്തവർ റമദാനിനെയാണ് ആരാധിച്ചത്. അവർ അല്ലാഹുവിനെ ആരാധിച്ചില്ല. റമദാനിനെ ആരാധിച്ചവർ റമദാൻ കഴിഞ്ഞപ്പോ അവർ മാറിപ്പോയി. അല്ലാഹുവിനെ ആരാധിക്കുന്നവർ എന്നും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരെന്നും ജീവിക്കുന്നവരാണ്. ആരെങ്കിലും റമദാൻ മാസത്തെയാണ് ആരാധിച്ചതെങ്കിൽ അത് കഴിഞ്ഞു പോയി കൂട്ടരെ. ഈ 11 മാസം കാത്തിരിക്കണം. നിങ്ങൾ റമദാൻ മാസത്തെയാണ് ആരാധിച്ചത്, അത് കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞുപോയി. നിങ്ങൾ പടച്ചവനെയാണ് ഇബാദത്തെങ്കിൽ അവൻ നിത്യമായി ജീവിക്കുന്നവനാ. നിങ്ങൾ ഇതുപോലെ തുടർന്നോ? ഇതാണ് റമദാൻ സന്ദേശം. റമദാൻ ഇടവാങ്ങുന്ന പശ്ചാത്തലത്തിൽ സമയദൗർബല്യം ഭയപ്പെടണം. നമ്മൾ ഇത്രയൊക്കെ ഒരു മാസക്കാലം നേരെ ചൊവ്വേ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഭയമില്ലാതെ പോയി എങ്കിൽ നിഫാഖിനെ അകത്ത് കയറ്റിവെച്ച ഒരു കൂട്ടർക്ക് സ്വർഗ്ഗത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യമായി എന്നോട് പിന്നീട് നിങ്ങളോട്
പടച്ചതമ്പുരാനെ കുറിച്ച സ്മരണയാൽ ഓർമ്മയാൽ ഇനിയും നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സമയമായില്ലേ? ഈ ഖുർആനുകളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇനിയും വൈകിപ്പോയോ? നിങ്ങൾ ഉത്തരം പറയാൻ നമ്മൾ വന്നിട്ടുള്ളവരാണ്. പടച്ചതമ്പുരാനെ ഭയന്ന് റമദാൻ നമുക്ക് നൽകിയ ജീവിതക്രമം ശീലിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم ارض عن الخلفاء الراشدين وامراء المرشدين عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعن من فيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.